ഹലോ, എൻ്റെ പേര് ഡോക്ടർ ടോം ബാബു. ഞാൻ എറണാകുളം സിൽവർ ലൈൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രിനോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടറാണ്. എവറിത്തിങ് ഡയബറ്റീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രമേയവും വൃക്കയും ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഈ ചർച്ചയിൽ എന്നോടൊപ്പം എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടും എറണാകുളം സിൽവർ ലൈൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ സൂരജ് എന്നോടൊപ്പം ഉണ്ട്. സൂരജ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഡോക്ടർ ടോം. ഇന്നത്തെ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ എപ്പിസോഡിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. സോ പലപ്പോഴും പ്രമേയ രോഗികൾ ആദ്യം ചോദിക്കുന്നത്, ഡോക്ടറെ എൻ്റെ കിഡ്നി ഉണ്ടോ അല്ലെങ്കിൽ അടിച്ചു പോയോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം എൻ്റെ മനസ്സിലത് പലപ്പോഴും അത് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണോ എന്ന് എൻ്റെ മനസ്സിൽ വരാറുണ്ട്. അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യം, ഡോക്ടർ സൂരജ്, പ്രമേയ രോഗികൾക്ക് എന്തുകൊണ്ട് വൃക്ക രോഗങ്ങൾ വരുന്നു? ഓക്കെ ഡോക്ടർ ടോം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതായത് പ്രമേഹം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ അതായത് ഒരു സിംഗിൾ ഓർഗനെ അല്ല, അതൊരു നമ്മുടെ എൻ്റയർ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മൾട്ടി സിസ്റ്റം ഡിസീസാണ്. അപ്പോൾ വലിയ രക്തക്കുഴലുകളെ, ചെറിയ രക്തക്കുഴലുകളെ, ഞരമ്പുകളെ, അപ്പോൾ എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ്. അപ്പോൾ മെയിൻലി കിഡ്നിയെ ബാധിക്കാനുള്ള കാരണം ഈ കിഡ്നിയിലെ ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ചെറിയ രക്തക്കുഴലുകൾ കേടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനും RBCs എല്ലാം മൂത്രം വഴി പുറത്തേക്ക് പോകുന്നു. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഡയബറ്റിസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി നിയന്ത്രണത്തിലല്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രോ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ആണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ഇൻഫ്ലമേഷൻ നടക്കുമ്പോൾ വീണ്ടും നമ്മുടെ ശരീരത്തിൽ സ്കാറിങ് ഉണ്ടാകുന്നു. വൃക്കകളിൽ രണ്ടിലും ഒരു ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസ് അങ്ങനത്തെയൊക്കെ വരുന്നു. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ഉള്ള ഡാമേജിൻ്റെ കൂട്ടത്തിൽ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ ഇത് കൂടാതെ ഈ ഷുഗർ കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഹൈപ്പർ ടെൻഷനും ഇതിൻ്റെ അകമ്പടിയായിട്ട് കൂടെ വരും. അപ്പോൾ ഈ BP കൂടുമ്പോൾ അതും കിഡ്നികളെ ബാധിക്കുന്നു. അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഈ ബ്ലഡ് സപ്ലൈക്ക് പല ഇഷ്യൂസ് ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് വീനസ് റിട്ടേൺ കറക്റ്റായിട്ട് നടക്കില്ല. അപ്പോൾ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി വൃക്കകളെ ബാധിക്കുന്നു. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസിലേക്ക് നയിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ പ്രമേയത്തിൻ്റെ ഒരു എഫക്റ്റ് ഒരു പക്ഷേ കിഡ്നിയിൽ നിന്നാണ് നമ്മൾ ആദ്യം അറിഞ്ഞു തുടങ്ങണമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ? അതെ, പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞു തുടങ്ങുക. എൻ്റെ പേഷ്യൻസ് പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, മൂത്രത്തിൽ പത പോണു, അല്ലെങ്കിൽ നീരുണ്ട്. അപ്പം ഇതൊക്കെ വൃക്കരോഗത്തിൻ്റെ ഒരു ലക്ഷണമാണോ? പലപ്പോഴും എനിക്കും ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു ക്ലിയർ ആൻസർ എന്താണെന്ന് എനിക്ക് പലപ്പോഴും കിട്ടാറില്ല. നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ രോഗികൾക്ക് അറിയേണ്ട ഒരു കാര്യം, വൃക്കരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അഗെയിൻ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങിയ ഉടനെ തന്നെ വൃക്കയുടെ സിംറ്റംസ് ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ വൃക്കരോഗത്തിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ മുഖത്ത് നീര് വരിക, അതായത് രാവിലെ എണീക്കുമ്പോൾ കണ്ണിന് താഴെയുള്ള നീര് കാണുക. പിന്നെ അതുപോലെ തന്നെ കാലിൽ നീര് വരിക. പിന്നെ ഉള്ളത് അടിക്കടി മൂത്രം പോവുക, അതായത് എസ്പെഷ്യലി നൊക്ടൂറിയ എന്ന് പറയും. അപ്പോൾ രാത്രി നമ്മൾ സാധാരണ ഉറക്കത്തിനിടയ്ക്ക് 1-2 പ്രാവശ്യമായിരിക്കും മാക്സിമം പോവുക. പക്ഷേ ഇവർക്ക് അടുപ്പിച്ച് പോവുക. അതുപോലെ തന്നെ രാത്രിയിൽ കൂടുതലായിട്ട് യൂറിൻ പാസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക. അപ്പോൾ ഇത് കൂടാതെ ഈ കിഡ്നിയുടെ രോഗം അഡ്വാൻസ്ഡ് ആകുമ്പോൾ പെട്ടെന്ന് BP കൂടാം. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ഈ രക്തക്കുറവ് കാരണമുള്ള ക്ഷീണം, വിളർച്ച അങ്ങനെയൊക്കെ വരാം. അതുപോലെ തന്നെ അവർക്ക് സാധാരണ ആക്ടിവിറ്റീസിനോടുള്ള ചെയ്യാനുള്ള ഒരു ഇത് വരില്ല. അപ്പോൾ നമ്മളിത് ഒത്തിരി അഡ്വാൻസ്ഡ് ആകുമ്പോൾ വിശപ്പ് കുറയും, ആളുകൾ വീക്കാവും, അതുപോലെ തന്നെ ഛർദിൽ, വോമിറ്റിംഗ് അങ്ങനെയൊക്കെ വരും. പിന്നെ നമ്മളൊരു എൻഡ് സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മെൻറ്റേഷനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ചൊറിച്ചിൽ അനിയന്ത്രിതമായിട്ട് വരാം. പക്ഷെ പലപ്പോഴും വൃക്കരോഗം നമ്മൾ എൻഡ് സ്റ്റേജിലായിരിക്കും പലപ്പോഴും സിംറ്റംസ് വരിക. എല്ലാവർക്കും എപ്പോഴും സിംറ്റംസ് വരണമെന്നില്ല. അപ്പം ഈ യൂറിൻ പതഞ്ഞു പോകണമെന്ന് പറയുന്നത് അതത്ര നമുക്കത് പതഞ്ഞു പോണോണ്ട് ഒരു കുഴപ്പമില്ല. ബട്ട് അത് ടെസ്റ്റ് ചെയ്യണം. അത് എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വെറും പതഞ്ഞു പോണോണ്ട് അത് എനിക്ക് വൃക്കരോഗം ഉണ്ട് അല്ലെങ്കിൽ അയ്യോ കിഡ്നിയൊക്കെ ഡാമേജ്ഡ് ആയി പോയി എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നല്ലേ നമ്മൾ പറയണേ? നമ്മളെപ്പോഴും ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് സിംറ്റംസ് വരുമ്പോൾ ഇറ്റ് വിൽ ബി ലേറ്റ്. അപ്പോൾ നമ്മൾ ആദ്യമേ വൃക്കരോഗം ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചിട്ടയായി ഡോക്ടറെ കാണണം. ചിട്ടയായിട്ട് നമ്മൾ എല്ലാ 6 മാസം, അതായത് റെക്കമെൻഡേഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ഇനിഷ്യലി ഡയബറ്റീസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുമ്പോൾ എല്ലാ വർഷവും നമ്മൾ എല്ലാ ഓർഗൻസിനും വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ചെയ്യണം. അതായത് കണ്ണിന് വേണ്ടി ചെയ്യണം, കിഡ്നിയുടെ ചെയ്യണം. അപ്പോൾ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആകുമ്പോൾ നമ്മൾ എല്ലാ 6 മാസവും ചെയ്തു. അല്ല, ഞാൻ ഇത് പതഞ്ഞു വന്നുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഒരു ഇത് നമ്മൾ എടുക്കണോ വേഴ്സസ്
ദാറ്റ് നമ്മൾ റെഗുലറായിട്ട് ഈ പതഞ്ഞ് വരുമോ വരാണ്ടിരിക്കോ, ബട്ട് നമ്മളത് റെഗുലറായിട്ട് അതെ. മാസം അതെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് പോകണമല്ലേ നമുക്ക് അതെ കുറച്ചുകൂടെ അതെ നല്ലത്? കാരണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് റിവേഴ്സിബിൾ ആണ്. ഇപ്പോൾ പഴയ കോൺസെപ്റ്റ്സ് അല്ല, നമുക്കിപ്പോൾ നല്ല മരുന്നുകളുണ്ട്. നമ്മൾ പ്രാരംഭ രീതിയിലുള്ള വൃക്കരോഗം പലപ്പോഴും റിവേഴ്സിബിൾ ആണ്. അത് നോ ലോങ്ങർ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ക്യൂർ ഇല്ല എന്നല്ല, ഇറ്റ് ക്യാൻ ബി ക്യൂർഡ്. ഏർലി കിഡ്നി ഡിസീസ് ക്യാൻ ബി ക്യൂർഡ്. സൂരജ് ഇപ്പോൾ പറയുണ്ടായി വൃക്കരോഗങ്ങളുടെ ലക്ഷണങ്ങൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ലേറ്റ് സ്റ്റേജ് ആയി. അപ്പോൾ നമുക്കിത് നേരത്തെ എങ്ങനെ നമ്മുടെ പ്രമേയ രോഗികൾക്ക് വൃക്കരോഗം ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും? അപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിട്ടയായിട്ടുള്ള ജീവിതം, രണ്ട് ചിട്ടയായിട്ടുള്ള ചികിത്സ, മൂന്നാമത്തേത് നമ്മൾ പീരിയോഡിക്കായിട്ട് എല്ലാ ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഇവാലുവേഷൻ. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വൃക്കരോഗം ഉണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതും മീൻസ് അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ട് അല്ലാത്തതുമായിട്ടുള്ള ടെസ്റ്റുകളാണ് അവൈലബിൾ. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യൂറിൻ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ അല്ലെങ്കിൽ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്നുള്ള ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഇതെന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൂത്രം വഴി ലീക്കേജ് ആവുന്ന പ്രോട്ടീനെ നമ്മുടെ ക്രിയാറ്റിനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു ക്വാണ്ടിഫൈഡ് വാല്യൂ ആണ് തരുന്നത്. മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ സൂരജ്, നമ്മളിപ്പം മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യുമായിരുന്നു. ഇപ്പം ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറഞ്ഞ ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ അതല്ലേ കൂടുതൽ ചെയ്തുകൊണ്ടുപോകുന്നത്. അപ്പം അതാണോ കുറച്ചും കൂടെ ബെറ്റർ? അതെ കാരണം മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്നത് ഇതിന് മുമ്പത്തെ ജനറേഷൻ ടെസ്റ്റാണ്. പക്ഷേ അതിന് ഒത്തിരി ഫാലസീസ് ഉണ്ട്. അതായത് പല ഫാക്ടേഴ്സ് കൊണ്ട് അത് ചിലപ്പോൾ നമുക്ക് ഫോൾസ് ആയിട്ടുള്ള വാല്യൂ വരാം. അപ്പോൾ ഈ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ നമുക്ക് കുറച്ചുകൂടി ഡെഫിനറ്റ് ആയിട്ട് ഇത് അബ്നോർമൽ ആണോ എന്നുള്ളത് നമുക്കത് അറിയാൻ പറ്റും. പിന്നെ ഇപ്പോൾ സിസ്റ്റാറ്റിൻ സി എന്ന് സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് വാക്കുകളൊന്ന് പറയാൻ പറ്റും? ഓക്കെ, അപ്പോൾ സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്നത് നമുക്ക് കിഡ്നിക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അപ്പോൾ ക്രിയാറ്റിൻ പലപ്പോഴും നമുക്കൊരു ബോഡി മാസും പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റി അതൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് ഫ്ലക്ച്വേഷൻസ്, അതായത് ഒരു ഫോൾസ് എലിവേഷൻ അല്ലെങ്കിൽ ചിലർക്കൊരു എക്സസ് ജനറേറ്റേഴ്സ് ആയിട്ട് വരാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് സിസ്റ്റാറ്റിൻ സി ചെയ്യുകയാണെങ്കിൽ ആൾക്ക് കിഡ്നി രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഡെഫിനറ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് വേറെ ചില ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ സിസ്റ്റാറ്റിൻ സി കൂടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു റീനൽ ഫംഗ്ഷനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയേക്കും. പിന്നെ നമ്മൾ ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിലുള്ള റീനൽ ഫംഗ്ഷൻ ടെസ്റ്റാണ്. അപ്പോൾ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി യൂറിയ ആൻഡ് ക്രിയാറ്റിൻ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണ നോക്കാറ്. പക്ഷേ ഏറ്റവും ആദ്യം ചേഞ്ചസ് വരിക നമ്മുടെ മൈക്രോ ആൽബുമിൻ യൂറിയയിലാണ്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഡോക്ടർ സൂരജ്, നമുക്കറിയാം ഈ പ്രമേയ രോഗികളുടെ ഇടയിൽ വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ ഒരു 5 തൊട്ട് 10% ആൾക്കാർക്ക് ഡയാലിസിസ് വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ വേണ്ടി വരും. അപ്പോൾ നാച്ചുറലി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, എങ്ങനെ ഇത് നമുക്ക് തടുക്കാൻ പറ്റും? ഓക്കെ ഡോക്ടർ ടോം, അത് 5 മുതൽ 10% അല്ല. ആക്ച്വലി നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികമായിട്ട് വൃക്കരോഗം കണ്ടുവരുന്നത് ഡയബറ്റീസ് പേഷ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡയാലിസിസും ഏറ്റവും കൂടുതൽ വൃക്ക മാറ്റി വയ്ക്കേണ്ട ആൾക്കാർക്കും ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ അത് 10% അല്ല, ഇറ്റ് ഇസ് മച്ച് മോർ ദാൻ 10%. അതെ, അപ്പോൾ നമുക്ക് ഓൾവേസ് പ്രിവെൻഷൻ ആണ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരു ഡയബറ്റീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ആദ്യത്തെ ദിനം മുതൽ തന്നെ അവരൊരു പ്രതിജ്ഞ എടുക്കുക. അതായത് ഞാൻ എൻ്റെ ഷുഗേഴ്സ് കൺട്രോൾ ചെയ്യും, എൻ്റെ HbA1c എന്നുള്ളത് 7 താഴേക്ക് നിയന്ത്രണത്തിൽ നിർത്തും. അപ്പോൾ അതുപോലെ വൃക്കയെ ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതായത് ഈ ഷുഗർ വരുമ്പോൾ അതിൻ്റെ കൂടെ അനുബന്ധിച്ച് വരുന്ന ചില സംഗതികളുണ്ട്. ഒന്ന് ഹൈ ബ്ലഡ് പ്രഷർ, രണ്ടാമത്തേത് കൊറോണറി ആർട്ടറി ഡിസീസ്. അപ്പോൾ ഇത് രണ്ടും വൃക്കയെ ബാധിക്കുന്ന സംഗതികളാണ്. അപ്പോൾ BP ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. BP ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് മരുന്നുകൾ കഴിച്ച്, ഇപ്പോഴത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 140 അല്ല, ഈ ഷുഗറുള്ള ആൾക്കാർക്ക് അത് കഴിയുന്നതും കുറയ്ക്കുക. അതായത് അവരുടെ ടോളറേറ്റഡ് ബ്ലഡ് പ്രഷർ, അതായത് 120/80 കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഈവൻ ബെറ്റർ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കറണ്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഹൃദ്രോഗം ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട്, പലപ്പോഴും നമ്മുടെ രോഗികളുടെ ഇടയിൽ ഷുഗർ മാത്രം നോക്കിയാൽ മതി, BP, കൊളസ്ട്രോള് ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ, ബട്ട് വാസ്തവത്തിൽ BPയും കൊളസ്ട്രോളും ഈക്വലി ഓർ മോർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെയൊക്കെ കൺട്രോൾ ഈ പേഷ്യൻസിന് നമുക്ക് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ പലരും ഹോസ്പിറ്റലിൽ വരുമ്പോൾ രാവിലെ BP-യുടെ മരുന്ന് കഴിക്കില്ല. തലേന്ന് ഭയങ്കര കട്ട ഫാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ രാവിലെ FBS നോർമലായിരിക്കും, BPBS നോർമലായിരിക്കും, പക്ഷേ BP അൺകൺട്രോൾഡ് ആയിരിക്കും.
അപ്പോൾ നമ്മൾ HbA1c മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഷുഗേഴ്സ് മാത്രമല്ല, HbA1c നോക്കണം, BP നോക്കണം, അതുപോലെ കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടെങ്കിൽ ടാക്കിൾ ചെയ്യുക. അതുപോലെ അനാവശ്യമായിട്ടുള്ള പെയിൻ കില്ലേഴ്സ്, ആൻറ്റിബയോട്ടിക്സ്, ബാക്കി പച്ചമരുന്നുകൾ, നേറ്റീവ് മെഡിസിൻസ്, കാരണം ഇതിനകത്ത് പലതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കിഡ്നിയെ പൊട്ടൻഷ്യലി ഡാമേജ് ചെയ്യാം. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ് സൂരജ് ഇപ്പം കൊടുത്തേക്കുന്നത്. നമ്മുടെ പേഷ്യൻസിന് എസ്പെഷ്യലി വൃക്കയുടെ പ്രോബ്ലം ഉള്ളവർ അല്ലെങ്കിൽ വൃക്കയുടെ പ്രോബ്ലം വരാൻ സാധ്യത ഉള്ളവർ, വിച്ച് മീൻസ് ഓൾമോസ്റ്റ് ഏതൊരു ഡയബറ്റിക്കും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം, ഏതും ഈ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് മെഡിസിൻ, പച്ചമരുന്നുകൾ, ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലാണ്ട് വേറെ ഏത് മരുന്നാണെങ്കിലും ഒന്ന് നമ്മുടെ അടുത്തൊന്ന് ചോദിച്ചിട്ട് എടുക്കണം എന്നുള്ള ഒരു മെസ്സേജ് അല്ല ഇപ്പൊ സൂരജ് കൊടുത്തത്. പിന്നെ അതുപോലെ റീസെൻ്റ്ലി ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ഐ തിങ്ക് ഡോക്ടർ ടോം ന്യൂസ് പേപ്പേഴ്സിൽ വായിച്ചിട്ടുണ്ട്. അതായത് ഒരു ഫേസ് ക്രീം, പർട്ടിക്കുലർ ഫേസ് ക്രീം യൂസ് ചെയ്ത് കുറേ പേർക്ക് പ്രോട്ടീനൂറിയ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഫേസ് ക്രീമിനകത്ത് ഉണ്ടായിരുന്നത് മെർക്യൂറി ആയിരുന്നു. അപ്പോൾ അവരത് ഐസൊലേറ്റ് ചെയ്തിട്ട്, അപ്പോൾ അങ്ങനെ ഒത്തിരി 6-7 യങ്സ്റ്റേഴ്സിന് ഇതുപോലെ പ്രോട്ടീനൂറിയ, പലർക്കും ക്രിയാറ്റിൻ കൂടി, ബയോപ്സിയിൽ കിഡ്നിയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആ ക്രീം ബാൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സംഗതികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒന്നും ഔട്ട് ഓഫ് ദ വേ പോകണ്ട്, എല്ലാം ഒരു മോഡറേഷനും. ആൻഡ് ഓൾവേസ് നിങ്ങളുടെ ഡോക്ടർമാരായിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം എന്നാണ് നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ്. സൂരജ്, ഇപ്പോൾ ഒരു പ്രമേയ രോഗിയുടെ അടുത്ത് വൃക്ക അല്ലെങ്കിൽ വൃക്കരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുള്ളി ചോദിക്കും, ഡയാലിസിസ് ആണോ, ഡയാലിസിസ് വേണ്ടി വരും. അപ്പോൾ സൂരജ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, എങ്ങനെയൊക്കെയാണ് ഈ വൃക്കരോഗങ്ങൾ, പ്രമേയ രോഗികളിൽ വൃക്കരോഗങ്ങൾ നമ്മൾ ചികിത്സിക്കുക? ഓക്കെ, നമുക്ക് ഈ പ്രമേഹമുള്ള ആൾക്കാർ എല്ലാവരും മീൻസ് വൃക്കരോഗം ഡെവലപ്പ് ചെയ്യില്ല, എല്ലാവരും ഡയാലിസിസിലേക്ക് പോവുകയില്ല. നമുക്ക് ഈ വൃക്കരോഗമുള്ള നല്ലൊരു ശതമാനം ആൾക്കാരിൽ നമുക്കിപ്പോൾ റിവേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സ്റ്റാറ്റസ് കോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഈ വേഴ്സണിങ് പ്രോഗ്രസ് ചെയ്ത് ഡയാലിസിസ് കഴിയുന്നതും തള്ളി വയ്ക്കാനോ തടയാനായിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുന്നുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് ആണ് ഇപ്പോൾ വൈഡ്ലി അവൈലബിൾ, നമുക്ക് ഒത്തിരി ഡേറ്റ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗേഴ്സ് കൺട്രോൾഡ് ആവും, അതുപോലെ തന്നെ ആൽബുമിൻ കുറയ്ക്കും, അതുപോലെ തന്നെ കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യും ലോങ് ടേമിലായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് GLP-1RA എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതുവരെയ്ക്കും അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, ഇഞ്ചെക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഓറൽ ഫോർമുലേഷൻസ് അവൈലബിൾ ആണ്, കുറച്ചുകൂടി ചീപ്പറായിട്ടുള്ള മരുന്നുകൾ അവൈലബിൾ ഉണ്ട്. അപ്പോൾ അതും ഈക്വലി ഇഫക്റ്റീവാണ്. പിന്നെ ഉള്ളത് നമ്മുടെ BP കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ BP ടാർഗറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ടൈറ്റർ ആയിരിക്കണം. അപ്പോൾ അതിനെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന മരുന്നുകളെന്ന് പറയുന്നത് AC ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ ARBs എന്നുള്ളതാണ്. അപ്പോൾ ഇത് വൃക്കയിലേക്കുള്ള രക്തക്കുഴലുകളുടെ ഡാമേജ് ചെയ്യുന്ന ഹോർമോണിനെ ഇത് റെഗുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഈയിടയ്ക്ക് നമുക്ക് പുതിയ ഒരു മരുന്ന് അവൈലബിൾ ആണ്, അതായത് നോൺ സ്റ്റിറോയിഡൽ MRA എന്നുള്ളത്. അപ്പോൾ അത് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഫിൻഡിനോൺ എന്ന് പറയുന്ന മോളിക്യൂളാണ്. പക്ഷേ അതും നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്ത് മരുന്ന് കഴിച്ചിരുന്നാലും HbA1c കൺട്രോൾ ചെയ്യുക, BP കൺട്രോൾ ചെയ്യുക, ഇത് രണ്ടും കൺട്രോൾ ചെയ്യാതെ നമുക്ക് ഈ മരുന്നുകൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ആ ഗോൾസ് അച്ചീവ് ചെയ്യണം. കേട്ടും ഞാനത് പറയാനിരിക്കുകയായിരുന്നു, സൂരജിൻ്റെ അടുത്ത് ചോദിക്കാനിരിക്കുകയായിരുന്നു. ദാറ്റ് ഈ മരുന്നുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഗോൾസ് ദാറ്റ് നല്ല ഷുഗർ കൺട്രോൾ, നല്ല BP കൺട്രോൾ, കൊളസ്ട്രോൾ, ഗുഡ് കൊളസ്ട്രോൾ കൺട്രോൾ. ഇനി ഹൃദ്രോഗമുള്ളവർ അവർ ഇനി അഥവാ ആൻജിയോഗ്രാം അഥവാ ഇങ്ങനത്തെ ഡൈ റിലേറ്റഡ് ഇതിന് പോവുകയാണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ്, പിന്നെ പച്ചമരുന്ന് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. പെയിൻ റിലീവിങ് മെഡിസിൻസ് നമ്മളായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുക. ആൽക്കഹോൾ റെഡ്യൂസ് ചെയ്യുക, സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കുക, ബോഡി വെയിറ്റ് കുറയ്ക്കുക. അപ്പൊ ഇതൊക്കെ ആദ്യം ചെയ്തിട്ട് വേണം നമ്മൾ ചികിത്സയെ കുറിച്ച് ആലോചിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതെല്ലാം സൈഡ് ബൈ സൈഡ് ആയിട്ട് നടക്കണം, ഇതെല്ലാം ഇതിന്റെ കൂടെ തന്നെ. എൻ്റെ പേഷ്യൻസ് ഞാനിപ്പം മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പം ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഡോക്ടറെ ഈ മരുന്ന് മൂലം എൻ്റെ കിഡ്നി അടിച്ചു പോകും. അപ്പോൾ ഞാൻ യൂഷ്വലി കൊടുക്കുന്ന ആൻസർ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യൂ എന്നുള്ളൊരു ഇതാണ് ഞാൻ യൂഷ്വലി എൻ്റെ വൺ ലൈനർ. പക്ഷേ സൂരജ്, നമുക്കറിയാം വാസ്തവത്തിൽ ഇപ്പോൾ സേഫ് അല്ലാത്ത മരുന്നുകളൊന്നും നമ്മുടെ പേഷ്യൻസിന് കൊടുക്കില്ല. എന്നിരുന്നാൽ കൂടെ സൂരജ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറച്ചും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഓക്കെ,
എഗെയിൻ അത് നമ്മൾ വളരെയധികം കേട്ടുവരുന്ന ഒരു ഇതാണ്. ഞാൻ ഇത്രയും വർഷം മരുന്ന് കഴിച്ചതുകൊണ്ടാണ് എൻ്റെ വൃക്കയ്ക്ക് കേടുപാട് വന്നതെന്നാണ് പല ആൾക്കാരും നമ്മളോട് വന്ന് ഒ പിയിൽ വരുമ്പോൾ പറയാറ്. പക്ഷേ അതൊരു മിഥ്യയാണ്. കാരണം നമുക്ക് ഈ പഴയ മരുന്നുകൾക്കെല്ലാം 35-50+ ഇയേഴ്സ് എവിഡൻസ് ഉള്ള മരുന്നുകളാണ് പലതും. അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് വൃക്കയ്ക്ക് പ്രശ്നം വരില്ല. പക്ഷേ നമ്മുടെ ഈ ക്രിയാറ്റിൻ കൂടുമ്പോൾ പല മരുന്നുകളും നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പഴയതുപോലെ ആയിരിക്കില്ല. അപ്പോൾ അത് കുറച്ചുകൂടി ലോങ് ആയിരിക്കും. അതായത് മുമ്പ് നമ്മുടെ ശരീരത്തിൽ അത് 12 മണിക്കൂറാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വൃക്ക പരാജയം വരുമ്പോൾ ഇത് 24 hours ഈവൻ 36 to 48 hours വരെ വരും. അതുപോലെ തന്നെ പല മരുന്നുകളും മെറ്റബോളൈസ്ഡ് ആവുന്നത് വൃക്കയിലാണ്. അപ്പോൾ വൃക്കയ്ക്ക് പ്രശ്നം വരുമ്പോൾ അപ്പോൾ ഇതിൻ്റെ മെറ്റബോളിക് ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇതൊക്കെ ശരീരത്തിൽ അടിഞ്ഞുകൂടും. അപ്പോൾ പല മരുന്നുകളും ഈ അഡ്വാൻസ് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് കിഡ്നി ഡിസീസിൽ ഒഴിവാക്കേണ്ടി വരും. ചില മരുന്നുകൾക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഡോസ് കൊടുക്കാൻ പറ്റില്ല, നമ്മളതിൻ്റെ ഡോസ് കുറയ്ക്കേണ്ടി വരും. പക്ഷേ ജനറലി ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് ആർ ക്വൈറ്റ് സേഫ്. ഒരു പക്ഷേ ചൂണ്ടിക്കാണിക്കുന്നത് മരുന്നുകൾ അല്ല പ്രോബ്ലം, ഡയബറ്റീസ് ആണ് വൃക്കേനെ ബാധിക്കുക. ഇനി ശരിയാണ്, വൃക്ക രോഗമുള്ളവരിൽ ചില മരുന്നുകൾ നമുക്ക് മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും, ചിലവർക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല ഇപ്പോൾ കൊടുത്തേക്കുന്ന മെസ്സേജ്. നമ്മുടെ പേഷ്യൻസിൻ്റെ ഇടയിൽ ഒരു കോമൺ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വൃക്ക രോഗിക്ക് പ്രമേയമുള്ള ഒരു വൃക്ക രോഗിക്ക് ഒരു റീനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് അവരുടെ സംശയം ഇതാണ്, ദാറ്റ് പിന്നെയും അവരുടെ കിഡ്നി പിന്നെയും ഡാമേജ് ആയി പോയില്ലേ എന്നുള്ള ഒരു സംശയമാണ് എപ്പോഴും. അപ്പോൾ സൂരജിൻ്റെ അഭിപ്രായം എന്താണ്? ഓക്കെ, അപ്പോൾ അതായത് ഇന്നത്തെ കാലത്ത് വൃക്കരോഗത്തിൻ്റെ ഏറ്റവും കോമൺ കാരണം എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടുന്ന രോഗികളിൽ മിക്ക ആൾക്കാർക്കും ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല മരുന്നുകളും ഷുഗേഴ്സ് കൂട്ടാം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഴയ പോലെ ഒരു വഴിവിട്ട ജീവിതം അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. ട്രാൻസ്പ്ലാന്റിന് ശേഷം വളരെ ചിട്ടയായിട്ടും ഷുഗേഴ്സ് വളരെ കൺട്രോൾ ചെയ്തിട്ടും വേണം പോകാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി ലൈഫ് സ്റ്റൈലിൽ കെയർഫുൾ ആയിരിക്കണം. അതായത് വേറെ ഇൻഫെക്ഷൻസ് വരാതെ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ഈ മുമ്പ് നോക്കിക്കൊണ്ടിരുന്നതിനേക്കാളും കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ട് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇൻസുലിനും ബാക്കിയുള്ള മരുന്നുകളും കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ റെഗുലർ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് സേഫ് ഫോർ ഡയബറ്റീസ് പേഷ്യൻസ്. അപ്പോൾ അതിനകത്ത് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കൊടുക്കുന്ന മരുന്നുകൾ വളരെ കറക്റ്റായിട്ട് കഴിക്കുകയും അത് മിസ് ചെയ്തു പോയ റിജക്ഷന് സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ പോലെ ഈ പച്ചമരുന്ന്, വേദനയ്ക്കുള്ള മരുന്നുകൾ അതൊക്കെ നമ്മുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇവര് എടുക്കാനായിട്ട്. അതെ ആക്ച്വലി ഡോക്ടർ ടോം, നമ്മൾ ഈ വൃക്ക തിരസ്കരണം ഉണ്ടല്ലോ, അത് റിജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും കോമൺ കാരണം തന്നെ മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് അത് കഴിക്കാതിരിക്കുക. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. നിങ്ങൾ പ്രമേയ രോഗിയാണോ? നിങ്ങൾക്ക് വൃക്ക രോഗമുണ്ടോ? ഭയപ്പെടേണ്ട. അതാണ് ഇന്നത്തെ മെസ്സേജ് ഡോക്ടർ സൂരജ് നമുക്ക് തന്നത്. ഒരു പരിധിവരെ നമുക്ക് വൃക്ക രോഗത്തിനെ റിവേഴ്സ് ചെയ്യാം. ഇനി റിവേഴ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്കത് തടയാൻ പറ്റും. സോ താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ് ടു ദിസ് പ്രോഗ്രാം. നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് വിത്ത് യുവർ ലവ്ഡ് വൺസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.